റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ടോ എന്ന് സദാസമയം US നിരീക്ഷിക്കുകയാണ്. എന്നാൽ ഇന്ത്യ ആകട്ടെ ഇന്നുവരെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ട്രംപ് ആകട്ടെ ഇന്ത്യയെ ആക്രമിക്കാൻ മനഃപൂർവ്വം ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അതിനായി പല ഇരട്ടത്താപ്പ് നയങ്ങളാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഈ ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോൾ US ജനപ്രതിനിധി ചോദ്യം ചെയ്തിരിക്കുന്നതും. ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് കൂടിയായ ബ്രാഡ് ഷെർമൻ ആകട്ടെ ട്രംപിന്റെ ഈ ഒരു നീക്കങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം ആകട്ടെ കടുത്ത ഭാഷയിൽ അതിരൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ട്രംപ് ഇന്ത്യക്കെതിരെ സ്വീകരിക്കുന്ന ടാരിഫ് നിലപാടുകൾ വെറും പൊള്ളയായ നീക്കങ്ങളാണ്. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇന്ത്യക്ക് മേൽ ചാർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ചുമത്തിയിരിക്കുന്ന തീരുവ എത്രയും പെട്ടെന്ന് തന്നെ പിൻവലിക്കണമെന്നും അദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ വലിയ മുതിർന്ന നേതാക്കന്മാർക്കൊപ്പം അല്ലെങ്കിൽ അത്തരമൊരു അംഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണമെന്ന ട്രംപിന്റെ ആ ഒരു വ്യാമോഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തവരിൽ ഒരു പ്രതിനിധി കൂടിയാണ് ഇദ്ദേഹം. അതേസമയം റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയുടെ മേൽ മാത്രം തന്നെ തീരുവ ചുമത്തുന്നതിലെ ഇരട്ടത്താപ്പും അദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്യുകയാണ്. ഉപരോധം മറികടന്നുകൊണ്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ മേൽ അന്യായമായ തീരുവ ചുമത്തുന്നത് എന്നതാണ് ട്രംപ് വാദിക്കുന്നത്. എന്നാൽ രാജ്യത്തിന് ആവശ്യമായ 90% ക്രൂഡ് ഓയിലും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഹംഗറി. അവർക്കാകട്ടെ US തീരുവ ചുമത്തിയിട്ടില്ല. റഷ്യയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ചൈനയ്ക്കും എണ്ണ വാങ്ങിയതിന്റെ പേരിൽ തീരുവ ചുമത്തിയിട്ടില്ല എന്നതും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. എന്നാൽ മറ്റു കാരണങ്ങളാണ് തീരുവ ചുമത്താൻ ഉപയോഗിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആകെ ആവശ്യമുള്ളതിന്റെ 21% ക്രൂഡ് ഓയിൽ മാത്രമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. എന്നാൽ നമ്മുടെ സഖ്യകക്ഷിയായ അതായത് ഈ സഖ്യകക്ഷികളെ ഒറ്റപ്പെടുത്തുകയാണ് US ചെയ്യുന്നതെന്നും ഇക്കാര്യത്തിൽ ട്രംപ് മാറ്റം വരുത്തണം എന്നതാണ് ഇവിടെ ഷെർമാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയും USഉം തമ്മിലുള്ള വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ധാരണയിലായത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേലുള്ള 25% അധിക തീരുവ പൂർണ്ണമായും നീക്കിയതായി ട്രംപ് ആദ്യം തന്നെ ചുമത്തിയ പകര തീരുവ 18% തന്നെ കുറയ്ക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നില്ല എന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് തീരുവ കുറച്ചതെന്നാണ് USന്റെ വിശദീകരണം. അതേസമയം ഭാവിയിൽ നേരിട്ടോ അല്ലാതെയോ തന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കാൻ USന്റെ നിരീക്ഷണം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല വാങ്ങൽ പുനഃസ്ഥാപിച്ചാൽ തീരുവ വീണ്ടും കൂട്ടുമെന്നതാണ് ട്രംപിന്റെ ഭീഷണി. ഇത് ഇന്ത്യയുടെ പരമാധികാരം അടിയറവ് വെച്ചതിന് തുല്യമാണ് എന്ന ആ ഒരു പ്രതിപക്ഷ ആരോപണത്തെ തുടർന്നുകൊണ്ടാണ് ഷെർമാന്റെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ കൂടുതലായി തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നത്. മാത്രമല്ല ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ആഗോളതലത്തിൽ പോലും ചർച്ചയാവുന്ന മറ്റൊരു വിഷയമായി മാറുകയാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നില്ല എന്ന ആ ഒരു ആരോപണത്തെ തള്ളിയായിരുന്നു റഷ്യ രംഗത്ത് വന്നത്. ആയതിനാൽ തന്നെ റഷ്യയുടെ പ്രതികരണവും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധേയമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.